റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ മടങ്ങി വരവ് വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇപ്പോൾ ഇന്ന് സാന്റോസിന് കളിയുണ്ട് സാവോപോളയുമായിട്ട് തുടർച്ചയായ രണ്ടാമത്തെ മത്സരമാണ്. കഴിഞ്ഞ കളി 2-0 സാന്റോസ് തോറ്റിരുന്നു. അടുത്ത മത്സരം ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ 4:30 AM ആ കളി. ആ മത്സരത്തിൽ നെയ്മർ ഇറങ്ങിയേക്കും എന്നുള്ളതാണല്ലോ നേരത്തെ മുതൽ ലഭ്യമായിരുന്ന വിവരം. നെയ്മർ ഇപ്പോൾ ടീമിനോടൊപ്പമൊക്കെ ട്രെയിനിങ് ആരംഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കളിയിൽ നെയ്മർ കളിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് നെയ്മർ ജൂനിയറെ ഇന്നത്തെ മത്സരത്തിൽ ഉൾപ്പെടുത്തണ്ട എന്ന് സാന്റോസിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് തീരുമാനിച്ചിരിക്കുന്നു. സാവോപോളോക്കെതിരെയുള്ള കളിയിൽ അദ്ദേഹം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടി ഫിസിക്കൽ ഫിറ്റ്നസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ഇമ്പ്രൂവ് ആവുന്നതിന് വേണ്ടി മത്സരം കളിപ്പിക്കേണ്ട, പെട്ടെന്ന് തന്നെ കളിക്കളത്തിലേക്ക് റഷ് ചെയ്ത് വീണ്ടും ഒരു പരിക്കിൻ്റെ ഇഷ്യൂ കൊണ്ടുവരാതിരിക്കാനാണ് ഇത്തരത്തിലുള്ളൊരു പ്രിക്കോഷൻ എടുക്കുന്നത്. നെയ്മർ അടുത്ത മത്സരത്തിൽ നോർവേക്കെതിരെയാണ് അടുത്ത മത്സരം വരുന്നത്. ആ മത്സരത്തിൽ, അതായത് ഞായറാഴ്ചയാണ് കളി, ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ 2:30. ആ കളിക്ക് നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ സാന്റോസിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ആ ഒരു മത്സരം പറയുമ്പോൾ റെലഗേഷൻ റിസ്ക് ഉള്ള മാച്ചാണ്. അപ്പോൾ അത് പ്രധാനപ്പെട്ട കളിയാണ്. അതിലേക്ക് നെയ്മറെ പൂർണ്ണ സജ്ജനായിട്ട് ഇറക്കാനാണ് സാധ്യത എന്ന് തന്നെയാണ് ബ്രസീൽ മാധ്യമങ്ങൾ പറയുന്നത്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ആരൊക്കെയായിരിക്കും അവരുടെ ആദ്യ 11 എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഗബ്രിയൽ ബ്രസാവോ, ദെൻ ഇഗോർ വിനീഷ്യസ്, അഡോണിസ് ഫ്രിയാസ്, സെയ്വാൽഡോ, വിനീഷ്യസ് ലീറ, ജാവോ ഷ്മിറ്റ് അല്ലെങ്കിൽ സേറാഫേൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഗബ്രിയൽ മെനീനോ, റോൾ ഹെയ്സർ, ബഴയിൽ, അതുപോലെ റോണി ആൻഡ് ഗാബിഗോൾ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ 11. റോൾ ഹെയ്സറുടെ സ്ഥാനത്ത് നെയ്മർ ജൂനിയർ എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ കളിയിൽ താരം കളിക്കാനുള്ള സാധ്യത, അതായത് പ്ലേയിങ് ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇനി അതല്ല, കോച്ച് കുറച്ച് സമയം സെക്കൻഡ് ഹാഫിലെങ്കിലും അദ്ദേഹത്തിന് നൽകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.